അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുതാലിമിങ്ങളെ സ്നേഹിക്കുന്ന, ഉസ്താദുമാരെ സ്നേഹിക്കുന്ന, മതവും ഭൗതികമൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന പലർക്കും വളരെയേറെ നിരാശരാകേണ്ടി വന്ന, സങ്കടപ്പെടേണ്ടി വന്ന കുറച്ച് ദിവസങ്ങളാണ്. ഇക്കഴിഞ്ഞ 40 ദിവസങ്ങളിലായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത് പ്രധാനപ്പെട്ട 4 പണ്ഡിതന്മാരാണ്. അള്ളാഹു അവരുടെ ഖബറിടത്ത് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതിലൊന്നാമത്തത് നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട നഈം ഫൈലി ഉസ്താദാണ്. നല്ല മാദിഹായിരുന്നു. ഒരുപാട് മദ്ഹ് ഗാനങ്ങൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ മദ്ഹ് ഗാനങ്ങൾ വളരെ വേദനയോടെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഊട്ടിയിലേക്ക് യാത്ര പോയതായിരുന്നു തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം. തിരിച്ചു വരുന്ന വഴിയെ നഈം ഫൈലിയും തൻ്റെ സുഹൃത്തായിട്ടുള്ള ജുനൈദ് ഫൈലിയും അപകടത്തിൽപ്പെടുകയാണ്. അങ്ങനെ നഈം ഫൈലി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ മരണപ്പെടുകയാണ്. തുടർന്നങ്ങോട്ട് ജുനൈദ് ഫൈലി എന്ന് പറയുന്ന നഈം ഫൈലി ഉസ്താദിൻ്റെ സുഹൃത്തായിട്ടുള്ള ജുനൈദ് ഫൈലി പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി എന്നോണം ജുനൈദ് ഫൈലി ഉസ്താദും നമ്മിൽ നിന്ന് വിട പറയുന്നത്. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ജുനൈദ് ഫൈലി ഉസ്താദ് ജീവിതത്തിലേക്ക് തിരികെ വരണേ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നഈം ഫൈലി ഉസ്താദിൻ്റെ ആ മരണം തന്നെ, മാദിഹിൻ്റെ ഒരു മരണം തന്നെ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. പലരും അദ്ദേഹത്തെ അറിഞ്ഞത്, ജുനൈദ് ഫൈലിയെയും നഈം ഫൈലിയെയൊക്കെ അറിഞ്ഞു തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയിലൂടെ തന്നെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപാട് ഭാഗ്യം ചെയ്ത 2 യുവാക്കളായിരുന്നു. അവരുടെ മരണത്തിൻ്റെ വേദന മാറും മുമ്പെയാണ് ഒരു വാഫി സുഹൃത്ത് കണ്ണൂരിൽ വെച്ച് നടന്ന വാഫി കലോത്സവം കഴിഞ്ഞ് മടങ്ങവേ, കാളികാവ് PG ക്യാമ്പസിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അടുത്ത വർഷം ഈ സമൂഹത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങേണ്ട ഒരു സുഹൃത്താണ്. നല്ല കലാകാരനായ ഒരു സുഹൃത്തായിരുന്നു നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്, സൽമാൻ എന്ന് പറയുന്ന സുഹൃത്ത്. അദ്ദേഹവും ആക്സിഡൻറ്റിലാണ് മരണപ്പെടുന്നത്. നേരത്തെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ ജുനൈദ് ഫൈലിയും നഈം ഫൈലിയും ഊട്ടിയിലേക്കുള്ള യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ അവർ സഞ്ചരിച്ച ബൈക്ക് ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്കൊരുപാട് വേദനകളാണ്, ഓർമ്മകളാണ് അവർ 2 പേരും സമ്മാനിച്ചിട്ടുള്ളത്. സൽമാൻ വാഫി എന്ന് പറയുന്ന ഈ സുഹൃത്ത് മരണപ്പെട്ടതിൻ്റെ അല്പം ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു യമാനി സുഹൃത്ത് മരണപ്പെടുന്നത്. അബ്ദുറഹീം യമാനി എന്ന് പറയുന്ന സുഹൃത്ത് ടാങ്കർ ലോറിയും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറും അപകടത്തിൽ പെടുകയായിരുന്നു. അദ്ദേഹം അടുത്ത് യമാനിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സനത് വാങ്ങിയിട്ടുള്ള ഒരു സുഹൃത്താണ്. മരിച്ച 4 പേരും 40 ദിവസങ്ങൾക്കുള്ളിലാണ് മരണപ്പെട്ടത്. ഈ 4 പേരും സമൂഹത്തിന് പ്രബോധനം നൽകേണ്ട പണ്ഡിതന്മാരായിരുന്നു. ഒരുപാട് മാതാപിതാക്കളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ടാണ് അവരെ പഠിക്കാൻ അയച്ചതും. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലൂടെ പഠിച്ചു വളർന്ന 4 യുവാക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ ജീവിതത്തെ അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വാഹനത്തിൽ കയറുമ്പോൾ ഒക്കെ പഠിച്ച ദുആകളുണ്ട്, അള്ളാഹുവിന് കാവലിനോട് ചോദിച്ചുകൊണ്ട് ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. നഈം ഫൈലിയുടെയും ജുനൈദ് ഫൈലിയുടെയും റഹീം വാഫിയുടെയും റഹീം യമാനിയുടെയും സൽമാൻ വാഫിയുടെയൊക്കെ മരണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, പണ്ടൊരു കവി മരണത്തെ സൂചിപ്പിച്ചതുപോലെ, രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ ഏത് സമയവും മരണം നമ്മിലേക്ക് വന്നെത്തുമെന്നുള്ളതാണ്. വിളിക്കാത്ത അതിഥിയായിക്കൊണ്ട് നമ്മെ തേടി വരുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മരണം. അതിനേത് സമയമെന്നോ ഏത് നിമിഷമെന്നോ ഒന്നില്ലാതെ ഏവരെയും അത് വേട്ടയാടുമെന്നതിൽ നമുക്കൊന്നും സംശയമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അള്ളാന്റെ റസൂലൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ട് ഏത് സമയത്ത് മരണപ്പെട്ടാലും റബ്ബിലേക്ക് നല്ല രീതിയിൽ ചെന്നെത്താൻ കഴിയുമെന്നുള്ള ഒരു ദൃഢ വിശ്വാസത്തോടെയായിരിക്കണം നമ്മുടെ
എല്ലാ സമയത്തുള്ള പ്രവർത്തനം എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചോന്റെ വിധി എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. എല്ലാറ്റിലും ഹൈറുണ്ട് എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ മുസ്ലിങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോൾ മരണപ്പെട്ടാലും അത് റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു മരണമായിട്ട് മാറാൻ നമുക്കൊക്കെ പറ്റണം. നമ്മളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരുപാട് ആളുകൾ നല്ലത് പറയുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഈ 4 സുഹൃത്തുക്കൾ, അവരുടെ ഖബർ ജീവിതത്തെ അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ഉന്നത സ്ഥാനം അവർക്ക് നൽകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി കൈകൾ ഉയർത്തി റബ്ബിലേക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലും ആരെങ്കിലൊക്കെ നമുക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനൊക്കെ ഈ ഭൂമിയിൽ അവശേഷിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.